തിരുവനന്തപുരം മംഗലപുരത്ത് 45 കോടി ചിലവിൽ 10 ഏക്കർ സ്ഥലത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നിർമ്മിച്ച അത്യാധുനികമായ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ അതായത് ഈ ഒരു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വിപുലമായ അതായത് നവീകരിച്ച രീതിയിലുള്ള വലിയൊരു സ്റ്റേഡിയം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഫ്ലഡ് ലൈറ്റിലെ അടക്കം അതായത് ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും അത്യാധുനിക BCCIയുടെ അടക്കം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പവലിയൻ ഈ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിക്കോട്ടെ, പിച്ച് ആയിക്കോട്ടെ, അതിനൊപ്പം തന്നെ മറ്റ് ഫ്ലഡ് ലൈറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ അന്താരാഷ്ട്ര നിലവാരം പുലർത്താൻ ശ്രമിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സ്റ്റേഡിയം ഒരുക്കിയത്. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് രാത്രി അടക്കം ഈ ഒരു ഫ്ലഡ് ലൈറ്റിൻ്റെ സഹായത്തോടു കൂടി അതായത് LED ഫ്ലഡ് ലൈറ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി വളരെ സ്വാഭാവികമായിട്ട് നല്ല രീതിയിലുള്ള കളി പ്രാക്ടീസ് അടക്കം നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലഡ് ലൈറ്റ് സിസ്റ്റം ഒരുക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അതായത് പവലിയൻ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം മറ്റ് രീതിയിലുള്ള ഇതിൻ്റെ എല്ലാവിധ സാങ്കേതിക വശങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിലും ഒപ്പം മറ്റ് BCCIയുടെ അടക്കം മേൽനോട്ടത്തിൽ BCCIയുടെ അടക്കം സ്റ്റേഡിയങ്ങൾ നിലനിർത്തുകയും അതിൻ്റെ മറ്റ് ഫ്ലഡ് ലൈറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന കൺസൾട്ടൻസികളാണ് ഈ ഒരു നിർമ്മാണത്തിലും അതിനൊപ്പമുള്ള മറ്റ് കാര്യങ്ങളിൽ അടക്കം പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ ഒരു ഫ്ലഡ് ലൈറ്റ് സംവിധാനം പൂർത്തിയാക്കിയത് പ്രമുഖ ആർക്കിടെക്റ്റായിട്ടുള്ള ഷിബു അബുസലിയാണ്. മാത്രമല്ല അതിനൊപ്പം തന്നെ നിർമ്മാണോദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. സഞ്ജു സാംസണാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതിനൊപ്പം തന്നെ മറ്റ് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള പല ഉദ്ഘാടനങ്ങളും ഇവിടെ നടക്കുകയും ചെയ്യും. പവലിയൻ സമുച്ചയം അത്യാധുനികമായ ഫ്ലഡ് ലൈറ്റ് സംവിധാനം അടക്കമുള്ള അതായത് എല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മറ്റ് രീതിയിലുള്ള അതായത് ഫ്ലഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം കായിക മന്ത്രിയാണ് നിർവഹിക്കുക. അതിനൊപ്പം തന്നെ മറ്റ് രണ്ടാം ഘട്ടത്തിൻ്റെ പല പ്രവൃത്തികളും ശിവൻകുട്ടി മിനിസ്റ്ററും പിന്നീട് GR അനിൽ അടക്കമുള്ള മന്ത്രിമാരും നിർവഹിക്കും. എന്ത് തന്നെയായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്റ്റേഡിയത്തിൻ്റെ അതേ രീതിയിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ കേരളത്തിൻ്റെ ഓരോ ജില്ലയിൽ ഒരുക്കുമെന്ന ഒരു വാഗ്ദാനം കൂടി ഇപ്പോൾ KCIക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കായിക രംഗത്തെ വളർത്തിയെടുക്കാനുള്ള ഒരു ആദ്യ ചുവടുവെപ്പായി ഈ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം കാണേണ്ടി വരും. ക്യാമറാമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.